പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ഏപ്രിൽ 24 56-ാം ദിവസം കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് അവസാനിക്കുമെന്ന ഒരു പ്രതീതി ജനിപ്പിക്കുന്ന വിധത്തിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറക്ചിയുടെ നേതൃത്വത്തിൽ ഇറാൻ സംഘം ഇസ്ലാമാബാദിൽ സമാധാന ചർച്ചയ്ക്ക് വേണ്ടി എത്തുകയാണ് എന്ന വിവരം വന്നിരിക്കുകയാണ്. ഇന്ന് രാവിലെയൊക്കെ ടൈം ഫ്രെയിമൊന്നും തീരുമാനിക്കാറായിട്ടില്ല, മാധ്യമങ്ങളെ നിങ്ങൾ എന്നെ ധൃതി വെക്കല്ലേ എന്നൊക്കെ പരിഹസിച്ച് പറഞ്ഞെങ്കിലും ട്രംപ് ഇപ്പോൾ ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് വൈസ് പ്രസിഡന്റ് JD വാൻസ് അങ്ങോട്ട് പോകുന്നില്ല. കാരണം ഇറാൻ്റെ പാർലമെൻറ്റ് സ്പീക്കർ വരുന്നില്ലല്ലോ, അതുകൊണ്ട് JD വാൻസ് പോകുന്നില്ല. മറിച്ച് മിഡിൽ ഈസ്റ്റിൻ്റെ പ്രത്യേക പ്രതിനിധി വിറ്റ്കോഫും മരുമകൻ കുഷ്നറും ഇന്ന് തന്നെ ഇസ്ലാമാബാദിൽ എത്താൻ വേണ്ടി പുറപ്പെടാൻ ഒരുങ്ങുകയാണ് എന്ന അർത്ഥത്തിലും ട്രംപ് പറഞ്ഞ വാർത്ത ഒടുവിൽ വരികയാണ്. ഇറാൻ്റെ അബ്ബാസ് അറക്ചി പോകുന്ന വഴിക്ക് മധ്യസ്ഥരായിട്ടുള്ള, സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഒമാൻ ഈ വിഷയത്തിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ മസ്കറ്റിലൊന്ന് ടച്ച് ചെയ്യുന്നുണ്ട്, അത് കഴിഞ്ഞ് ഇസ്ലാമാബാദിലെത്തും. പക്ഷേ പോകുന്നതിനിടയ്ക്ക് റഷ്യയിൽ പോയി മോസ്കോയിലൊന്ന് സംസാരിക്കുന്നു എന്ന വിവരം വരികയാണ്. എന്തിനാണ് അബ്ബാസ് അറക്ചി ഇപ്പോൾ മോസ്കോയിൽ പെട്ടെന്ന് പോകുന്നത്, ഇങ്ങനെ ഒരു ഫോറിൻ ട്രിപ്പിൽ പോകുന്നത് എന്താണ് എന്ന് മാധ്യമങ്ങൾ അന്വേഷിക്കുന്നു. അതിൻ്റെ കാരണമായി പറയപ്പെടുന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് റഷ്യ പറയുന്നുണ്ട്. യുറേനിയം സമ്പുഷ്ടീകരിച്ച് വെച്ചിരിക്കുകയാണല്ലോ ഇറാൻ എന്നാണല്ലോ പൊതുവെ പറയുന്നത്. ഈ യുറേനിയം അമേരിക്കയ്ക്ക് വേണമെന്ന് അമേരിക്കയും, എന്നാൽ അമേരിക്ക കൊടുക്കില്ലെന്ന് ഇറാനും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മധ്യസ്ഥരെന്ന രൂപത്തിൽ ഇടയിൽ നിന്നുകൊണ്ട് തങ്ങൾ വാങ്ങി സൂക്ഷിച്ചു വെക്കാം എന്ന് റഷ്യ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ഓഫർ കൊടുത്തിട്ടുണ്ട്. അമേരിക്ക എപ്പോഴും ഇത് ഒബ്ജക്റ്റ് ചെയ്യും. കാരണം പൊതുവേ ന്യൂക്ലിയർ ആയുധങ്ങളുള്ള റഷ്യയുടെ കയ്യിൽ ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം കൂടി കിട്ടിയാൽ മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ ചെറുതല്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് അമേരിക്ക ഇത് വിസമ്മതിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി അക്കാര്യം സംസാരിക്കാനും ഉറപ്പിക്കാനും വേണ്ടിയാണോ ഈ പ്രശ്നപരിഹാരം അതുകൊണ്ട് സാധ്യമാകുമെങ്കിൽ അങ്ങനെ ഒരു ചർച്ച നടത്താൻ വേണ്ടിയാണോ അബ്ബാസ് അറക്ചി വീണ്ടും മോസ്കോയിലേക്ക് പോകുന്നത് എന്ന് മാധ്യമങ്ങൾ സംശയിക്കുകയാണ്. കൂട്ടത്തിൽ വായിക്കേണ്ട ഒരു കാര്യം, 2025 ഇറാനും റഷ്യയും തമ്മിൽ 20 വർഷം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയൊരു കരാറിൽപ്പെട്ടതാണ്. ഇക്കാര്യം നമ്മളടക്കം എല്ലാവരും വാർത്തകളിൽ വളരെ പ്രാധാന്യത്തിൽ കൊടുത്തതാണ്. ആ ഒരു പ്രത്യേക കരാർ നിലനിൽക്കുന്നിടത്തോളം ഇറാൻ എന്താണ് റഷ്യയുമായി സംസാരിക്കാൻ പോകുന്നത് എന്നുള്ള കൗതുകം സ്വാഭാവികമായും അമേരിക്കയ്ക്കുണ്ട്. ഇന്ന് അമേരിക്കയിൽ പെൻറ്റഗൻ്റെ വാർത്താ സമ്മേളനത്തിൽ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് പറഞ്ഞൊരു കാര്യം, ഈ ഹോർമൂസ് കടലിടുക്ക് അടഞ്ഞു കിടക്കുന്നിടത്തോളം കാലം അമേരിക്കയേക്കാൾ വലിയ ദുരിതം വരാൻ പോകുന്നത് യൂറോപ്യൻ രാജ്യങ്ങൾക്കാണ് എന്ന് ഓർമ്മ വേണം എന്ന് ചെറിയൊരു ദുസ്സൂചന കൊടുത്തിട്ടുണ്ട്. അതേസമയം ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് അതേ ഹെഗ്സത്ത് തന്നെ പറയുന്നു, ഹോർമൂസ് കടലിടുക്കിലൂടെ ഇപ്പോൾ കപ്പലുകൾ കടന്നു പോകുന്നുണ്ട് എന്ന്. എന്നാൽ ഈ കപ്പലുകൾ കടന്നു പോകാതിരിക്കാൻ വേണ്ടിയാണല്ലോ അമേരിക്ക ഒരു നാവിക വ്യൂഹത്തെ ചുറ്റുവട്ടത്ത് സജ്ജീകരിച്ചത് എന്ന സംശയം ലോകം ചോദിക്കുകയാണ്. അമേരിക്ക തന്നെ പറയുന്നു നാവിക വ്യൂഹം അവിടെ ഉണ്ട്, ഇത് പൂർണ്ണമായിട്ട് തുറക്കാത്തിടത്തോളം കാലം അവിടെ തുടരും, എന്നിട്ട് മാത്രം സമാധാനത്തെക്കുറിച്ച് ആലോചിച്ചാൽ മതി എന്ന് പറയുന്ന അതേ അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി തന്നെ ഇപ്പോൾ പറയുന്നു അതിലൂടെ കപ്പലുകൾ കടന്നു പോകുന്നുണ്ട്. വലിയ വലിയ രാജ്യങ്ങളുടെയും ഭരണാധികാരികളുടെയും ആളുകളൊക്കെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മുടെ നാട്ടുഭാഷയെ പറയാവുന്ന ചില കൊതിക്കെറിവിൻ്റെ വിഷയങ്ങൾ കൂടി കടന്നു വരികയാണ്. അതിങ്ങനെയാണ്, ഏതോ ഒരു ഇമെയിൽ സന്ദേശം അമേരിക്കയിൽ നിന്ന് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി അയച്ചതാണ്, പക്ഷേ അത് പുറത്തു വന്നപ്പോൾ ബ്രിട്ടൻ്റെ കൈവശം കിട്ടിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം ഇങ്ങനെയാണ്, ബ്രിട്ടൻ അവകാശപ്പെടുന്നത് പോലെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ കിടക്കുന്ന ഫാൽക്ലാൻഡ് ഐലൻഡ്സ് അത് അർജന്റീനയ്ക്കാണോ ബ്രിട്ടനാണോ എന്നുള്ള തർക്കം നടക്കുകയും 10-40 വർഷങ്ങൾക്ക് മുമ്പ് 10 ദിവസത്തെ യുദ്ധം നടക്കുകയൊക്കെ ചെയ്ത കാര്യമാണല്ലോ. ആ വിഷയത്തിൽ ബ്രിട്ടൻ പറയുന്നതിനെ അംഗീകരിച്ചു കൊടുക്കാനോ അതിനുവേണ്ടി വാദിക്കാനോ ഇനി പറ്റില്ല എന്ന അർത്ഥത്തിലാണ് അങ്ങനെ ഒരു ആഭ്യന്തര ഇമെയിൽ സന്ദേശം പോയിരിക്കുന്നത്. അതിൻ്റെ കാരണം പറയുന്നത്, ഞങ്ങൾ ഉദ്ദേശിച്ച സമയത്ത് ഒരു വലിയ ആക്രമണത്തിന് പുറപ്പെട്ടു നിൽക്കുന്ന സമയത്ത് സജ്ജീകരണത്തിനായി സന്നാഹത്തിനായി ബ്രിട്ടനോട് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പോൾ സൗകര്യങ്ങൾ വിട്ടുതരില്ല എന്ന് പറഞ്ഞതിന് കൊടുക്കാവുന്ന ശിക്ഷയാണ് ബ്രിട്ടന് അവകാശപ്പെട്ടതെന്ന് പറയപ്പെടുന്ന അറ്റ്ലാന്റിക്കിലെ ഫാൽക്ലാൻഡ് ഐലൻഡ്. അതിൻ്റെ പേരിൽ പക്ഷം പിടിക്കാൻ അമേരിക്ക ഇല്ല എന്ന് പറയുന്നത്. അമേരിക്കയ്ക്കുള്ളിൽ ഈ സമയത്ത് തന്നെ പല വിധത്തിലുള്ള സർവേകളും നടക്കുന്നുണ്ട്, നമ്മളതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം. ഗ്യാസ് സ്റ്റേഷനുകളിൽ ഇപ്പോൾ ഏഷ്യൻ മേഖലയിൽ ഇപ്പോൾ സൗത്ത് കൊറിയ, സിംഗപ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നോക്കിയാൽ ഗ്യാസ് സ്റ്റേഷനുകളിൽ ഫ്യൂവൽ കിട്ടാനില്ലാത്ത അല്ലെങ്കിൽ റേഷൻ അടിസ്ഥാനത്തിൽ കൊടുക്കുന്ന ഒരു സാഹചര്യം, ഫാക്ടറികളിൽ പലതും ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്ത സാധനങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ ദൗർലഭ്യം, സാധനങ്ങൾ കിട്ടാനില്ല. അങ്ങനെ ഫാക്ടറിയുടെ അവസ്ഥ വളരെ കുഴഞ്ഞു പറഞ്ഞു കിടക്കുന്നു. ഒത്തിരി ഫാക്ടറികൾ സൗത്ത് കൊറിയയിൽ പൂട്ടിയിരിക്കുന്നു എന്നൊക്കെ വാർത്ത വരുന്ന സമയം ഏഷ്യൻ മേഖലയിലെ പല പ്രധാനപ്പെട്ട ആശുപത്രി ശൃംഖലകളിലും
വേണ്ടപ്പെട്ട മെഡിക്കൽ സപ്ലൈസ് കിട്ടാനില്ല, അതിൻ്റെ ഉൽപ്പാദനവും പല ഭാഗത്തും കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ വേറെ. ഇതൊക്കെ ഏഷ്യ നേരിടുമ്പോൾ അമേരിക്കൻ സർവേ പറയുന്നത് ഏഷ്യയിൽ നിന്നാണ് ഇത്തരം സാധനങ്ങൾ പലതും, മിക്കവാറും 50% അമേരിക്കയ്ക്ക് വേണ്ട സാധനങ്ങളിൽ പകുതിയും ഇതാ വരുന്നത് ഏഷ്യയിൽ നിന്നാണ്. അപ്പോൾ ഏഷ്യയിൽ തന്നെ ഇക്കാര്യങ്ങളിൽ ദൗർലഭ്യമുണ്ടായാൽ അമേരിക്കയെ അടുത്ത ആഴ്ച തന്നെ അത് ബാധിക്കും എന്ന മട്ടിലാണെന്ന് ഈ സർവേയിൽ ആൾക്കാർ അഭിപ്രായപ്പെടുകയാണ്. പ്രത്യേകിച്ച് അലുമിനിയത്തിൻ്റെ, റബ്ബറിൻ്റെ, പ്ലാസ്റ്റിക്കിൻ്റെ അടിസ്ഥാന സാധനങ്ങൾ ചേരുന്ന പല ഉൽപ്പന്നങ്ങളും ഇങ്ങനെ ഷോർട്ടേജിലേക്ക് അമേരിക്ക നീളുകയാണ് എന്ന് അവിടുത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നതായിട്ടാണ് സർവേ പറയുന്നത്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുക, ഹോർമുസ് തുറന്നു കിട്ടുക, കപ്പലുകൾ യഥേഷ്ടം പോവുക, പെട്രോ കെമിക്കൽ ഉൽപ്പന്നങ്ങളും കൊണ്ട് ഗൾഫ് മേഖലയിൽ നിന്ന് കപ്പലുകൾ പുറത്തേക്ക് കടന്നാൽ മാത്രമേ ഈ ഒരു സൗകര്യം ഏഷ്യൻ മേഖലയിലെ ഫാക്ടറികൾക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ മാത്രമേ ആ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിൽ എത്തുകയുള്ളൂ. ഇങ്ങനെയൊരു സ്ഥിതിവിശേഷം കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒരു ലൂപ്പ് ഇതിനകത്തുണ്ട് എന്നാണ് അമേരിക്കൻ ജനത വിശ്വസിക്കുന്നത്. ഇന്ന് രാവിലെ ലെബനോനുമായിട്ടുള്ള വെടിനിർത്തൽ, ഇസ്രായേലിൻ്റെ വെടിനിർത്തൽ, അതൊരു 3 ആഴ്ചത്തേക്ക് കൂടി നീട്ടിക്കൊടുത്തുകൊണ്ട് ട്രംപിൻ്റെ പ്രഖ്യാപനം വന്നിട്ടുണ്ട്. അത് ആശ്വാസകരമായ കാര്യമാണെങ്കിലും ലെബനോൻ പറയുന്നത് ഈ വെടിനിർത്തൽ കൊണ്ട് ഒരു അർത്ഥവുമില്ല, അതിനിടയിലും ആക്രമണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. ഇതുമായിട്ടൊന്നും ബന്ധമില്ലാന്ന് തോന്നാവുന്നൊരു കാര്യമുണ്ട്. എങ്കിലും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായൊരു കാര്യം നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നമ്മളത് അറിയാതെ പോകുന്നത് ശരിയല്ല. അദ്ദേഹം ഇന്ന് വാർത്താലേഖകരോട് പറഞ്ഞത് 2 മാസം മുമ്പ് തനിക്കൊരു മെഡിക്കൽ ഇഷ്യൂ ഉണ്ടായി, അത് നന്നായിട്ട് പരിഹരിക്കുകയും ചെയ്തു. പ്രോസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട വിഷയമാണ്, അത് പരിഹരിക്കപ്പെട്ടു. അന്നത് പറയാതിരുന്നതും ഇപ്പോൾ പറയുന്നതും അതിന് കാരണമുണ്ട്. അന്നത് പറഞ്ഞാൽ ഇറാൻ ഭരണകൂടം ഒരുപക്ഷെ ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് പല വിധത്തിലുള്ള വ്യാജ പ്രചരണവും നടത്തും എന്നുള്ളത് കൊണ്ടാണ് പറയാതിരുന്നത്. ഇനിയിപ്പോൾ പറയാമല്ലോ എന്ന് കരുതിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞത്. ഇനി ഇതുമായിട്ടൊന്നും തീരെ ബന്ധമില്ലാന്ന് തോന്നാവുന്ന മറ്റൊരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ അമേരിക്കയുടെ സ്പെഷ്യൽ ഫോഴ്സ് ആണല്ലോ വെനസ്വേലയിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡൻ്റായിരുന്ന നിക്കോളസ് മദുറോയെ പുറത്താക്കാൻ വേണ്ടി അദ്ദേഹത്തെയും ഭാര്യയും കൂടി പാതിരാത്രി പോയി പിടിച്ച് പുറത്തു കൊണ്ടുവന്നത്, അധികാരത്തിൽ നിന്ന് പുറത്താക്കിയത്, അമേരിക്കയെ കൊണ്ടുവന്നിട്ട് വിചാരണ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അവിടെ നിന്നുള്ള എണ്ണയെല്ലാം ഞങ്ങൾ എടുക്കുമെന്ന് പറയുന്നത്, അങ്ങനെ ഒരുപാട് കാര്യം പറഞ്ഞല്ലോ. ഈ സംഘത്തിൽ പോയിരിക്കുന്ന ഡൈക്ക് എന്നൊരു ഉന്നത ഉദ്യോഗസ്ഥൻ, അദ്ദേഹം ഈ പോകുന്നതിന് മുമ്പ്, ഈ സംഘത്തിൽ ചേർന്ന് പോകുന്നതിന് മുമ്പ് അതിൻ്റെ ചർച്ചയൊക്കെ അമേരിക്കയിൽ നടക്കുന്ന സമയത്ത് ഈ ഉന്നത ഉദ്യോഗസ്ഥനും എല്ലാ ചർച്ചയിലും പങ്കെടുക്കുകയും പ്ലാൻ തയ്യാറാക്കുന്നതിലൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം അമേരിക്കയിലെ ഒരു പ്രശസ്തമായിട്ടുള്ള പോളി മാർക്കറ്റ് എന്ന് പറയുന്ന പ്രൊഡിക്ഷൻ സെൻറ്റർ, അതിൽ $30,000 വെച്ചിട്ട് വാതുവെപ്പാണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് വെനസ്വേലയുടെ പ്രസിഡന്റ് ഈ മാസം തന്നെ പുറത്താകും, അധികാരഭ്രഷ്ടനാകും എന്ന വാതുവെപ്പിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് സമ്മാനമായിട്ട്, അത് കാര്യം പറഞ്ഞത് ശരിയായി, പ്രൊഡിക്ഷൻ ശരിയായി വരുമ്പോൾ സമ്മാനം കിട്ടും, $1,00,000 സമ്പാദിക്കുകയും ചെയ്തു. അങ്ങനെ സമ്പാദിച്ച ആ ഉദ്യോഗസ്ഥനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തു. അത് വിവരം നേരത്തെ തന്നെ അമേരിക്കയുടെ ചാരപ്രസ്ഥാനത്തിന് കിട്ടിയിരുന്നു. ഈ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ കാര്യങ്ങൾ ഒറ്റുകൊടുക്കുന്ന രൂപത്തിൽ പെരുമാറിയിരിക്കുന്നു, രഹസ്യങ്ങൾ കൊണ്ടുപോയിരിക്കുന്നു, രഹസ്യങ്ങൾ വെളിവാക്കിയിരിക്കുന്നു, പന്തയം വയ്ക്കാൻ വേണ്ടി മിസ്യൂസ് ചെയ്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അന്വേഷണം നടത്തി ഡൈക്കിനെ ഇപ്പോൾ പിടിച്ച് ഉള്ളിലിട്ടിരിക്കുകയാണ്. 5 ക്രിമിനൽ കേസുകൾ, മോഷണം അടക്കമുള്ള, ഇൻഫർമേഷൻ മോഷണം അടക്കമുള്ള 5 ക്രിമിനൽ കേസുകൾ ചുമത്തിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ലോകത്തെവിടെയാണെങ്കിലും എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിനകത്തുണ്ട്. അത് പറയുന്നത് ഇങ്ങനെയാണ്, അത് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഒരു കമ്പനിക്കാവട്ടെ, രാജ്യത്തിനാവട്ടെ, ഒരു സാധാരണ പ്രസ്ഥാനത്തിനാവട്ടെ, രഹസ്യങ്ങൾ കൂടെ ഇരിക്കുമ്പോൾ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതൊക്കെ ഏതെങ്കിലും തരത്തിൽ സ്വന്തം ആവശ്യത്തിന് വേണ്ടി, ലാഭത്തിന് വേണ്ടി പരസ്യമാക്കാൻ ശ്രമിച്ചാലോ സൂചന പുറത്തു കൊടുത്താലോ ഒരു നിമിഷം പിടിക്കപ്പെടും എന്നുള്ള ഒരു സൂചനയുടെ ലാഞ്ചന നമ്മളെല്ലാവരും എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കിയിരിക്കണം. ആത്മാർത്ഥമായിട്ടൊരു പണിക്കിറങ്ങിയാൽ അത് കഴിഞ്ഞാലും അതിൻ്റെ സന്നാഹം എന്തായിരുന്നു എന്ന് വെളിയിൽ പറയാതെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ യുദ്ധരംഗത്തുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുക. അതിനുവേണ്ടി മാത്രമാണ് ഇക്കാര്യം ഇവിടെ പരാമർശിച്ചത്. ഏതായാലും ഇന്ന് രാത്രി പുലർന്ന് നാളെ കഴിയുമ്പോൾ ഏപ്രിൽ 25 ദിവസം സമാധാന ചർച്ചകൾ അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് സംസാരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മധ്യസ്ഥന്മാർ മുഖേന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവതരിപ്പിക്കാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു കിടക്കുന്ന ഈ രാത്രി, നാളത്തെ പ്രഭാതം നമുക്ക് ധന്യമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശിച്ചുകൊണ്ട് ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arim Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Ain Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature, Abu Shagara, Sharjah.